ഹായ് കൂട്ടുകാരെ, നമ്മ വീടിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങളൊക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചില്ലെങ്കിൽ വരും, നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയാം? പൂരി, പൊടിമാസ് കറി, പിന്നെ ചോറിനുണ്ടാക്കിയ ചമ്മന്തി, പിന്നെ പുളിഞ്ചിക്ക് അച്ചാറും. ഒന്നുകൂടി കേട്ടോ സവോള അരിഞ്ഞത്. അത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ എല്ലാവരും അരിഞ്ഞ് എടുക്കുന്നതാണല്ലോ സവോള. അപ്പോൾ ഈ പൊടിമാസ് കറിയിലാണെങ്കിൽ നിറയെ വെജിറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, മല്ലിയിലൊക്കെ ഇട്ടണം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഉഴുന്ന് പരിപ്പിട്ട് കടുവറുത്തോണം എടുക്കാം കേട്ടോ. ഉഴുന്ന് പരിപ്പിട്ട് കടുവറുത്തിട്ട് അതിൽ ക്യാബേജ് ഇട്ടൊന്ന് വാടിയിട്ട് ഈ വെന്ത ഉരുളക്കിഴങ്ങും ഉള്ളിയും ക്യാരറ്റും എല്ലാം കൂടെ വെന്തിരിക്കുന്നത് അതിനകത്ത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഈ ചമ്മന്തി എന്തിനാണെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണെങ്കിലും ഇതിന് ചപ്പാത്തിക്ക് നല്ല ചേർച്ചയാണ്. ചപ്പാത്തിക്കും ഈ പൂരിക്കും നിങ്ങളത് പ്രത്യേകം ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. അത് ലൂസ് ചമ്മന്തി ആയാലും ഒക്കെയാണ്, പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഈ കട്ടിയായിട്ട് അരയ്ക്കുന്ന ചമ്മന്തിയാണ്. പിന്നെ ഈ അച്ചാർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ നമുക്ക് ഈ എണ്ണമയുള്ള വലിയ പൂരി, അപ്പോൾ ചിലർക്കൊക്കെ ചില ഒരു എന്തെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടാവില്ല എണ്ണ കൂടുതൽ കഴിക്കുമ്പോൾ. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് ഈ അച്ചാർ നല്ല, അതിൽ ഇഞ്ചിക്കറിയാണ് ഏറ്റവും നല്ലതായിട്ട് വരുന്നത് കേട്ടോ. ഈ പുളിച്ചിക്കയും കൊള്ളാം. അങ്ങനെ അതരി. പിന്നെ ഉള്ളി നമ്മളെല്ലാത്തിനും കഴിക്കുമല്ലോ, അതുകൊണ്ട് ഈ പൂരിയുടെ കൂടെ ഇത്രയും കറിയോ ഈ ചോറിൻ്റെ കറിയൊക്കെ എന്തിനാ എടുത്ത് വെച്ചിങ്ങനെയെന്നൊന്നും ആർക്കും തോന്നണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിന്ന് പൊടിമാസും പൂരിയും കൂടെ കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാ വെജും ചേർത്തിട്ടുണ്ടെന്ന്. അപ്പം അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം അതങ്ങനെയും ഇനി അടുത്തത് നമുക്ക് കഴിച്ചു നോക്കാം. അടുത്തത് നമുക്കൊരു സവാള എടുത്തിട്ട് ഇച്ചിരി ചമ്മന്തിയും കൂടെ വെച്ച് കഴിച്ചു നോക്കാം കേട്ടോ. ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കഴിച്ചു നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ചമ്മന്തിയും പൂരിയും സവാളയും കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് അച്ചാർ മാത്രമായിട്ട് കഴിച്ചു തരാം. അത് നല്ല അടിപൊളി സൂപ്പറാണ്. എന്നുവെച്ചാൽ ചെറിയ പുളിഞ്ചിക്കല്ലേ എരിയും. അപ്പം ഇതാകുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ 3 കറി ഞാൻ കാണിച്ചെന്തെന്ന് വെച്ചാൽ നമുക്ക് പൊടിമാസ് അല്ലാതെ തന്നെ ചമ്മന്തി മാത്രമേ ഉള്ളെങ്കിലും നമുക്ക് കഴിക്കാം, ഈ അച്ചാർ മാത്രമേ ഉള്ളെങ്കിലും കഴിക്കാം, മീൻകറി കൂട്ടി കഴിക്കാം. പൂരിക്ക് ചപ്പാത്തി അങ്ങനെ ഗുണമുണ്ട്. മീൻകറി, ഇറച്ചി എന്തുമായിട്ട് വേണമെങ്കിലും കഴിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഞാനും ബാക്കി കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.